ഓക്കെ, അപ്പൊ പേജ് നമ്പർ 76. ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ. പേജ് നമ്പർ 76 നോക്കിക്കോ. അപ്പൊ ആദ്യത്തെ ഏതാണ് ആക്ടിവിറ്റീസില്? അർത്ഥം അല്ലെ? അത് നമ്മൾ പറഞ്ഞോ മക്കളെ, അർത്ഥം. ഓക്കെ, മഹർഷി, സന്യാസി, മതിമറക്കുക, സ്വയം മറക്കുക. ഓക്കെ, ദീനദീനം, വളരെ ദയനീയമായി. അർത്ഥം എഴുതണേ, നോട്ട്ബുക്കിലേക്ക് എടുത്ത് എഴുതണേ. മനം നൊന്തു, മനസ്സു വേദനിച്ച്. ശോകം, ദുഃഖം. ശ്ലോകം 4 വരി കൂടിയ പദ്യത്തിനാണ് ശ്ലോകം എന്ന് പറയുന്നത് കേട്ടോ. ഹംസം, അരയന്നം. പരാമർശിക്കുക, പറയുക അല്ലെങ്കിൽ സൂചിപ്പിക്കുക. കളകൂജനം, പക്ഷികളുടെ മനോഹരമായ ശബ്ദം. അതിശയിപ്പിക്കുക, പിന്നിലാക്കി മുന്നേറുക അല്ലെ? വൈവിധ്യം, വ്യത്യസ്തം, പല വിധത്തിലുള്ള അവസ്ഥ. വനനശീകരണം, കാട് നശിപ്പിക്കൽ. വനനശീകരണം എന്ന് പറഞ്ഞാൽ കാട് നശിപ്പിക്കൽ. രണ്ടാമത്തത് പര്യായ പദങ്ങൾ അല്ലെ? നമ്മൾ ഇതിൽ ഒരുപാട് വാക്കുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷി എന്ന പദത്തിന് അല്ലെ? എന്താണ്? പറവ, പതംഗം, വിഹഗം, ഖഗം, പത്രി. ഈ ഖഗവും പത്രി നമ്മൾ ഇവിടെ പഠിച്ചിട്ടില്ല. ബാക്കിയുള്ളതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഇതേ ഈ പാഠത്തിൽ തന്നെ അത് പഠിച്ചിട്ടുണ്ട്. പദം അല്ല, പറവ, പതംഗം, വിഹഗം 3 ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ആഷിൻ പേജ് നമ്പർ 76 ആണ്. 76. ഓക്കെ, അവരോട് പണി വെച്ച ഇല്ലാണ്ടാക്കാൻ പറ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നമുക്ക് നോക്കാം അല്ലേ? മ്യൂട്ട് ചെയ്തിട്ടുണ്ടേ, കൈബുക്കിക്കോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ. മൂന്നാമത്തത് പിരിച്ചെഴുതുകയാണ്. പിരിച്ചെഴുതുക. അപ്രധാനമല്ലാത്ത അല്ലെ? എങ്ങനെയാ പിരിച്ചെഴുതും? അപ്രധാനം പ്ലസ് അല്ലാത്ത. അത് അവിടെ തന്നിട്ടുണ്ട് നമുക്ക് അല്ലെ? അപ്രധാനമല്ലാത്ത, അപ്രധാനം പ്ലസ് അല്ലാത്ത. അതിനുശേഷമുള്ളത് ഉയർത്തെഴുന്നേൽക്കും. ഇതാണറിയില്ലേ? ഉയർത്തെഴുന്നേൽക്കും. എങ്ങനെയാ എഴുതണ്ടേ? എഴുതിയേ. ഉയർത്തെഴുന്നേൽക്കും. ഉയർത്ത് പ്ലസ് എഴുന്നേൽക്കും. ഉയർത്ത്, തെറ്റിക്കാതെ എഴുതണേ മക്കളെ, പ്ലസ് എഴുന്നേൽക്കും അല്ലെ? എഴുന്നേൽക്കുന്ന എവിടെയുണ്ട്? എ എഴുതണം നിങ്ങൾ. എഴുന്നേൽക്കുന്നുള്ളത് എ. എഴുതാനറിയില്ലെങ്കിൽ കൂടെ നോക്കി എഴുതണേ. കൂടി ഇരുന്നിട്ട് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അപ്പൊ ഉയർത്ത് എഴുന്നേൽക്കുന്നുള്ളത് ഉയർത്ത് പ്ലസ് എഴുന്നേൽക്കും. നെക്സ്റ്റ് പക്ഷി സ്നേഹി ആണെങ്കിൽ. പക്ഷി സ്നേഹി പ്ലസ് ആണെങ്കിൽ. ഓക്കെ, പക്ഷി സ്നേഹി ഹായാണേ.
പക്ഷിസ്നേഹി പ്ലസ് ഇടുക, അധികം എന്നുള്ള ചിഹ്നം ഇടുക, പ്ലസ് ആയാണ് വേണ്ടത്. ബാക്കി നിങ്ങൾ എഴുതൂലേ? ആ അല്ലേ? ആണെങ്കിൽ. ഓക്കെ, യാ എന്നുള്ളത് ആവും. ഓക്കെ, ബാക്കി നിങ്ങൾ എഴുതുവോ? ഓക്കെ. ആണെങ്കിൽ. ഓക്കെ, അടുത്ത എന്താണ്? വംശനാശത്തോടടുത്ത് അല്ലേ? വംശനാശത്തോട് പ്ലസ് അടുത്ത് എന്നാണ് വേണ്ടത്. എന്താണ് ദേവാഞ്ജന? ആ ചെയ്തു. അത് ചെയ്തോ മോളെ? ഓക്കെ, വെരി ഗുഡ്. പുതിയ ബുക്കാണോ അത്? നോട്ട്ബുക്ക്? ഓക്കെ, പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. ഓക്കെ, അപ്പൊ രണ്ടും ഉണ്ടല്ലേ? ദേവാഞ്ജനായിട്ട് രണ്ടും കംപ്ലീറ്റ് ആയില്ലേ? ചാർട്ട് പേപ്പർ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഞാൻ വാങ്ങാട്ടോ. ഓക്കെ, അപ്പൊ ചെയ്തവരെല്ലാരും സൂക്ഷിച്ചു വെക്കണേ. ഓക്കെ, വെരി ഗുഡ്. ചെയ്തവരെല്ലാരും സൂക്ഷിച്ചു വെക്കണേ അത്. ഓക്കെ, അപ്പൊ അടുത്ത് എന്താണ്? വംശനാശത്തോടടുത്ത്. വംശനാശത്തോട് പ്ലസ് അടുത്ത് അല്ലെ? വംശനാശത്തോട് എഴുതിട്ട് ചന്ദ്രക്കല ഇടണേ, തെറ്റിക്കരുത്. ഞാൻ തികച്ചു എഴുതുന്നില്ല കേട്ടോ മിസ്. തോട് എന്നിട്ട് അധികത്തിന്റെ ചിഹ്നം ഇടുക, എന്നിട്ട് എന്ത് എഴുതണം? അടുത്ത്. ആ തികച്ചു എഴുതില്ല കേട്ടോ, മനസ്സിലായില്ല നിങ്ങക്ക്? എഴുതി തരണോ അത്? വേണ്ട അല്ലെ? സൂര്യദേവ എഴുതിയില്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ മൂന്നാമത്തത് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് വൺ എന്താണ്? ഫോർത്ത് വൺ എന്താണ് പറയുന്നത്? ചോദ്യോത്തര മത്സരം നടത്താം എന്നാണ് അല്ലേ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ മക്കളെ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആരാ വായിക്കുന്നേ? ആദിദേവ് ഒന്ന് വായിച്ചേ. തമസാ നദീ തീരത്ത് വാൽമീകി മഹർഷി മതിമറന്നു നിന്നു പോയത് ഏതു കാഴ്ച കണ്ടിട്ടാണ്? തമസാ നദീതീരത്ത് വാൽമീകി മഹർഷി മതിമറന്നു നിന്നു പോയത് ഏത് കാഴ്ച കണ്ടിട്ടാണ്? ഏത് കാഴ്ച കണ്ടിട്ടാണ് അബ്ദുൽ ബാസിത്തെ? തമസാ നദീതീരത്ത് വാൽമീകി മഹർഷി മതിമറന്നു നിന്നുപോയത് ഏത് കാഴ്ച കണ്ടിട്ടാണ്? അൺമ്യൂട്ട് ചെയ്യുക പ്ലീസ്. അൺമ്യൂട്ട് അബ്ദുൽ ബാസിത്ത്. അൺമ്യൂട്ട് ചെയ്തോ? ഓക്കെ, പറഞ്ഞോ. ഏത് കാഴ്ച കണ്ടിട്ടാ മോനെ ആ മഹർഷി, അതായത് വാൽമീകി മഹർഷി മതിമറന്ന് നിന്ന് പോയത്? ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്. രണ്ട് പക്ഷികളെ. ഓക്കെ, ഒരു മരക്കൊമ്പിൽ. രണ്ട് പക്ഷികൾ. അവിടെ അത് തന്നെയുണ്ട്. ഒരു മരക്കൊമ്പിൽ ഒരാൺകിളിയും പെൺകിളിയും ഇരിക്കുന്നത് മഹർഷി കണ്ടു. അവരുടെ സന്തോഷ പ്രകടനങ്ങൾ കണ്ട് അദ്ദേഹം മതിമറന്ന് നിന്നുപോയി അല്ലേ? ഓക്കെ, അതാണ് അതിന്റെ ആൻസർ അല്ലേ? രണ്ട് പക്ഷികള്, ഒരാൺകിളിയും പെൺകിളിയും ഇരിക്കുന്നത് മഹർഷി കണ്ടു. അവരുടെ സന്തോഷ പ്രകടനങ്ങളെ കണ്ട് അദ്ദേഹം മതിമറന്ന് നിന്നുപോയി അല്ലേ? അപ്പൊ ആ കാഴ്ച കണ്ടിട്ടാണ് വാൽമീകി മഹർഷി മതിമറന്ന് നിന്നുപോയത്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ ക്രിസ്റ്റീസിൻഡോ. ബ്രഹ്മാവിന്റെ വാഹനമേത്? ഏതാണ് കൃപാമേരി? ബ്രഹ്മാവിന്റെ വാഹനം മയിലാണ്. ബ്രഹ്മാവിന്റെ വാഹനം മയിലാണോ? ആണോ?
ഓക്കെ, എന്താണ് ഫെഡ്രിൻ? ഫെഡ്രിൻ കൈവക്കുന്ന കണ്ടുവല്ലോ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. എലി. ബ്രഹ്മാവിന്റെ വാഹനം ഏതാണ്? ഗണപതിയുടെ വാഹനല്ലേ എലി? ഓക്കെ, എല്ലാരും മിസ്റ്റേക്ക് ആണ് പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ, ആദിദേവനോട് ഞാൻ ചോദിച്ചു അല്ലേ, സൂര്യദേവ് ഏതാണ് ബ്രഹ്മാവിന്റെ വാഹനം? പറഞ്ഞേ. മയില? അടി ഞാൻ അവിടെ വന്ന് തരും 2-3 പേർക്കിപ്പ. നെക്സ്റ്റ്, ആർക്കൊക്കെ അറിയാം അതിന്റെ ആൻസർ? ഓക്കെ, ശ്രീദേവേ എന്താണ്? ശ്രീദേവ് പറഞ്ഞേ. ഹംസവാഹനം. ഓക്കെ, ഹംസവാഹനാണ് ആര്? ബ്രഹ്മാവ്. അപ്പൊ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുന്നില്ല പാഠഭാഗം എന്നാണ് എനിക്ക് ഇതിൽ നിന്നും ബോധ്യപ്പെടുന്നത് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ 4ാം ക്ലാസ്സിലെ കുട്ടികൾ എല്ലാം കൃത്യമായി ആൻസർ പറയുന്ന ആളാണ്. ഞാൻ ആക്ടിവിറ്റീസ് ചോദിക്കുമ്പോൾ ഏത് ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഇത്ര ഒരു പ്രതികരണം കിട്ടാറില്ല അല്ലേ? ഓക്കെ, ഹംസവാഹനാണ് ബ്രഹ്മാവ്. മയില ആരെ വാഹനാണ് കൃപാമേരി? സുബ്രഹ്മണ്യന്റെ. ഓക്കെ, സുബ്രഹ്മണ്യന്റെ വാഹനമാണ് മയില് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ഷെഫി പോയോ? ഓക്കെ, ആഷിൻ വായിച്ചേ മോനെ. ക്വസ്റ്റ്യൻ നമ്പർ 3. അൺമ്യൂട്ട് ചെയ്യും മോനെ ആദ്യം. അൺമ്യൂട്ട് ചെയ്. ആഷിൻ പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ, ഞാൻ ഓപ്ഷൻ തന്നിട്ടുണ്ടല്ലോ, നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് നോക്കിയേ. പറ്റുന്നില്ല? ഓക്കെ, നെക്സ്റ്റ് എബിൻ ബിജു. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ എബിൻ ബിജു. എബിൻ. ഫീനിക്സ് പക്ഷിയുടെ പ്രത്യാഘാതം എന്താണ്? എന്താണ് ഫീനിക്സ് പക്ഷിയുടെ പ്രത്യേകത എന്താണ്? ദേവാഞ്ജന? പുരാണത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരു പക്ഷിയാണ് ഫീനിക്സ്. ഈ പക്ഷി ആ ചിതയിൽ നിന്നും വീണ്ടും ഒരു ഫീനിക്സ് പക്ഷി ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് പ്രാചീന ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നത്. ഓക്കെ, അതാണ് ഫീനിക്സ് പക്ഷിയുടെ പ്രത്യേകത അല്ലേ? ഗ്രീക്ക് പുരാണത്തില് പരാമർശിക്കുന്ന പക്ഷിയാണ് ഇത് ഫീനിക്സ്. എന്താണ് പ്രത്യേകത? അവസാന കാലം എന്ന് പറയുമ്പോൾ എന്താ? മരിക്കാറാകുമ്പോൾ അല്ലേ? സ്വയം ചിത കൂട്ടി ഈ പക്ഷി ആത്മഹത്യ ചെയ്യുമെന്നും ആ ചിതയില് വീണ്ടും ഒരു ഫീനിക്സ് പക്ഷി ഉയർത്തെഴുന്നേൽക്കുമെന്നുമാണ് പ്രാചീന ഗ്രീക്കുകാർ വിശ്വസിച്ചു പോകുന്നത് അല്ലേ? നെക്സ്റ്റ് 4ാമത്തത്, പക്ഷികളെ കൊണ്ട് നമുക്കുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? എന്താണ് ഷെഫി? പക്ഷികളെ കൊണ്ട് നമുക്കുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെ? പക്ഷിത്തൂവൽ കൊണ്ട് നിരവധി ആഹാര വസ്തുക്കൾ ഉണ്ട്. മയിൽപീലി വിശറിയും പീലിക്കവടിയും മറ്റു നമുക്ക് ഏറെ പരിചിതമാണ്. കണ്ണൻമുടിയിലെ മയിൽപീലിയും നമ്മുടെ മനസ്സിൽ കുളിർമ പകരുന്ന ഒന്നാണ്. ഓക്കെ, അതാണ് പക്ഷികളെ കൊണ്ടുള്ള നമുക്ക് ഉള്ള പ്രയോജനങ്ങൾ അല്ലേ? പക്ഷികളെ കൊണ്ട് നമുക്കുള്ള പ്രയോജനങ്ങൾ. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് ഇതിൽ കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്തി ഉത്തരം എഴുതുക. ഇപ്പം ബ്രഹ്മാവിന്റെ വാഹനം ഇത് ചോദിച്ചതുപോലെ
ഏത് സുബ്രഹ്മണ്യന്റെ വാഹനം ഏത്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ അതിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ടെക്സ്റ്റ് നല്ലതുപോലെ നിങ്ങൾ വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യനും ഉണ്ടാക്കാം, ആൻസറും ചെയ്യാം അല്ലേ. നെക്സ്റ്റ് നമുക്ക് അഞ്ചാമത്തത് നോക്കിയേ, ശ്രദ്ധിച്ചേ എല്ലാവരും. അഞ്ചാമത്തെ 77 പേജ് നമ്പർ. പക്ഷികളെ കുറിച്ച് പത്രങ്ങളിലും ബാലമാസികകളിലും വരുന്ന വിശേഷങ്ങൾ ശേഖരിച്ച് ശേഖരണ പുസ്തകത്തിൽ എഴുതാം. ഒന്ന് വർക്ക് അല്ലേ. ഒരുപാട് ഓവർ ബേർഡൻ ആവുന്നുണ്ടോ നിങ്ങൾക്ക് വർക്കുകൾ? അതിൽ പലരും ചെയ്യാറില്ല, കുറച്ചു പേരല്ലേ ചെയ്യുന്നുള്ളൂ അല്ലേ. മിസ് നിർബന്ധം പിടിക്കാത്തത് ചിലവർ ഓവർ ബേർഡൻ ആവും എന്ന് പറയുന്നതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, എന്താണ് ഇതിൽ പറയുന്നത്? പക്ഷികളെ കുറിച്ച് പത്രങ്ങളിലും ബാലമാസങ്ങളിലും ഒരുപാട് വരും അല്ലെ വിശേഷങ്ങൾ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മുറിച്ചിട്ട് ശേഖരണ പുസ്തകത്തിൽ ഒട്ടിച്ചു വെക്കണം. അതാണ് ഒന്ന് വർക്ക്. പറ്റുന്നവരൊക്കെ ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരുപാട് വിവരം ഉണ്ടാവും, അത്ര തന്നെ. പിന്നെ ആറാമത്തെ എന്താണ്? ആൽബം ഉണ്ടാക്കാം. പക്ഷികളുടെ ചിത്രങ്ങൾ വെട്ടിയെടുത്ത് ആൽബം ഉണ്ടാകും. അതാണ് മിസ് ഇന്നലെ പറഞ്ഞത്. അതെല്ലാവരും ചെയ്യും കേട്ടോ. ഒന്നോ രണ്ടോ കുട്ടികളല്ല, പലരും ആവുന്നത്ര ചെയ്യുക. കാരണം പക്ഷികളുടെ ചിത്രം നിങ്ങൾക്ക് എവിടുന്നൊക്കെയോ കിട്ടും, പത്രങ്ങളിൽ തന്നെ വരും. അപ്പൊ എവിടെയൊക്കെ പഠിച്ച പുസ്തകത്തിലുണ്ടാവും പഴയ അല്ലേ. ഓക്കെ, അതൊക്കെ വെട്ടിയിട്ട് നല്ല വൃത്തി ആൽബം ഉണ്ടാക്കുക. പിന്നെ ഏഴാമത്തെ എന്താ? പക്ഷിത്തൂവൽ ശേഖരണം. വിവിധ തരം പക്ഷികളുടെ തൂവൽ ശേഖരിച്ച് ആൽബം ഉണ്ടാക്കുക. അത് പിന്നെ നിങ്ങൾക്ക് മറ്റൊരു മിസ് വർക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി, പിന്നെ അത് തന്നെ പണിയെടുക്കണ്ടല്ലോ അല്ലെ. ഓക്കെ, ഇവിടെ കൃപാമേരി ചെയ്തിട്ടുണ്ട് അല്ലേ, ഭംഗിയായിട്ടുണ്ട് കേട്ടോ. കിട്ടുന്ന തൂവലൊക്കെ ശേഖരിച്ച് നിങ്ങൾക്ക് പ്രാവിൻ്റെ എല്ലാം തൂവൽ കിട്ടാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല അല്ലേ. പ്രാവ് പക്ഷെ അത് കിട്ടുന്ന നിങ്ങളൊന്ന് ഒട്ടിച്ചു വെക്കുക കേട്ടോ. പിന്നെ ഏതാ? കവിതാശേഖരണം. നന്ന് മഞ്ഞക്കിളി കൺവിടരുന്നു ഹാ വന്നുവല്ലോ നീ പറന്നീ പറമ്പിലും. ജി ശങ്കരക്കുറുപ്പിന്റെ വരികളാണ്. പിന്നെയോ, കൂരിരുട്ടിന്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റതോഴി ചീത്തകൾ കൊത്തി വലിക്കുകിലും ഏറ്റവും വൃത്തി വെടുപ്പെടുന്നോൾ. വൈലോപ്പിള്ളിയുടെ കവിതയാണ് അല്ലേ. ഇതുപോലെ പക്ഷികളുമായി ബന്ധപ്പെട്ട കവിതാഭാഗങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ രണ്ടാമത്തെ കവിതയിൽ എന്താ? ആരെയാ? കാക്കയെ പറ്റിയാണ് പറഞ്ഞല്ലേ. കൂരിരുട്ടിന്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിന് ഉറ്റതോഴി. പിന്നെന്താ പറഞ്ഞേ? ചിത്തകൾ കൊത്തി വലിക്കുകിലും ഏറ്റവും വൃത്തി വെടിപ്പെഴുന്നോൾ. അത് കാക്കയെ പറ്റിയാ പറഞ്ഞല്ലേ. മറ്റേത് മഞ്ഞക്കിളി. എന്താണ് ഫെഡറിന് ഡൗട്ട്? പറഞ്ഞോ മോനെ. ടീച്ചർ, എന്റെ അമ്മേന്റെ ടീച്ചർ ആകാൻ വേണ്ടിട്ട് ഇതാക്കുമ്പോ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, ഒരു ആൽബം. അതിന്റെ അകത്ത് പൊട്ടിച്ചാലും പോരെ? NDTC ആണോ കഴിഞ്ഞത് അമ്മ? അതറിയില്ല, ചോദിക്കാം. ഓക്കെ, അങ്ങനെ കുറെ വർക്ക് ഉണ്ട് TTCക്ക് ചെയ്യുമ്പോ അല്ലേ. അതിനകത്ത് എടുത്ത് പൊടിച്ചാ പോരെ? അത് തന്നെ. അത് പക്ഷെ ബുക്ക് ഒരു വലിയൊരു റെക്കോർഡ് ബുക്കിലല്ലേ ഉണ്ടാവുക അല്ലേ. അതിൽ കുറെ ഇലകള് പൂവുകള് അല്ലേ, അതൊക്കെ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ഒരുപാട് ശേഖരണം ഉണ്ട് TTCക്ക് ചെയ്യുമ്പോ. ഓക്കെ, പിന്നെന്താ പറയുന്നത്? പക്ഷികളുടെ ശബ്ദം കണ്ടുപിടിക്കാം. താഴേതാ? നമുക്ക് നോക്കാം. ഒന്ന് കോക്ക് കോക്ക്. ഏതാണ് അങ്ങനെ കരയുക? ഓക്കെ, താറാവ്. എഴുതിക്കോ, താറാവ്. എഴുതാനറിയല്ലോ, താറാവ്. എഴുത്തരണെങ്കിൽ പറയണേ. ആർക്കെങ്കിലും എഴുതാൻ അറിയില്ലെങ്കിൽ പറയണം. എഴുത്തരണോ? വേണ്ട. ഓക്കെ, എബിൻ ബിജു എഴുതുന്നില്ലേ മോനെ? എബിൻ ഓക്കെ, എഴുതിയോ? നെക്സ്റ്റ് വൺ എന്താണ്? കൊക്കരക്കോ. ആരാണ് അങ്ങനെ കരയുക? കോഴി. ഓക്കെ, കൊക്കരക്കോ കോഴി. നെക്സ്റ്റ് കുഹു കുഹു. ആരാണ്? അറിയില്ലേ? ആരാണ് കുഹു കുഹു എന്ന് കഴിയുക? അല്ല, അല്ല പറഞ്ഞോ. കുഹു 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 എന്ന് കഴിയുന്ന ആളറിയില്ല? നല്ല പാട്ടുകാരിയായ ഒരു കിളിയുണ്ട്, പക്ഷിയുണ്ട്. ആരാണ്? ആദിദേവ് കൈപോക്കുന്നുണ്ട്, പറഞ്ഞു. യെസ്, കുയിൽ. ഓക്കെ, കുയിലാണ് കേട്ടോ, കുയിൽ. നെക്സ്റ്റ് കാക്ക കാക്ക. ആരാ കരയില്ല അങ്ങനെ? ആരാ കരയുക? എബിൻ. കാക്ക. ഓക്കെ, ഞാൻ അതും അറിയില്ലേ പിന്നെ. ഇനി ക്ലാ ക്ലാ ക്ലീ ക്ലീ.
ക്ലാ ക്ലാ ക്ലീ ക്ലീ മുറ്റത്തൊരു ഡേഷ്. സുരേഷ് തിരിഞ്ഞു നോക്കി. അങ്ങനെ പറയാറുണ്ട് അല്ലേ? ആരാണിത്? ആരാ ഷെഫി? മൈന. ഓക്കെ, അമ്മ അങ്ങനെ പറയാറുണ്ട് പണ്ട്. നിങ്ങൾ പറയാറുണ്ടോ അറിയില്ല. ക്ലാ ക്ലാ ക്ലീ ക്ലീ മുറ്റത്തൊരു മൈന, സുരേഷ് തിരിഞ്ഞു നോക്കി. ഇങ്ങനെ പറയാറുണ്ട് നമ്മള്. നിങ്ങൾ പറയാറുണ്ടോ എനിക്കറിയില്ല. നെക്സ്റ്റ്, അപ്പൊ അത് കംപ്ലീറ്റ് ആയി. ഒന്നാമത്തത് താറാവ്, രണ്ടാമത്തത് കോഴി, മൂന്നാമത്തത് കുയിൽ, നാലാമത്തത് കാക്ക, അഞ്ചാമത്തത് മൈന. ഓക്കെ, കറക്റ്റ് അല്ലേ? എല്ലാവരും എഴുതിയില്ലേ? എഴുതാൻ അറിയാത്തവരുണ്ടോ? താറാവ്, കോഴി, കോഴി, കുയിൽ, കാക്ക, മൈന അവിടെയുണ്ട്. എന്താണ് ദേവാഞ്ജന? അൺമ്യൂട്ട് ചെയ്തേ, പറഞ്ഞോ. അൺമ്യൂട്ട് ചെയ്തോ മോളെ. ആരും ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? ചെയ്തോ? മോള് ചെയ്തത് വായിച്ചില്ല എന്ന്? കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചിനി. നെക്സ്റ്റ്, ഈ നിറങ്ങൾ ഏത് പക്ഷികൾക്ക് ചേരും? നോക്കണേ. അടുത്തത് കറുപ്പ്. ആർക്കാന്ന്? കറുപ്പ് കളർ ആരാ? കറുപ്പാരാ? ആഷിനെ അവിടെ തന്നെ ഉണ്ട് അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, മഞ്ഞ. കാക്ക. ഓക്കെ. മഞ്ഞയോ? മഞ്ഞയല്ല, കാക്ക. കറുപ്പ്. കറുപ്പ് കാക്ക കറുമ്പി അവിടെയുണ്ട്. മഞ്ഞ, മഞ്ഞക്കിളി. മഞ്ഞ, മഞ്ഞക്കിളി. നെക്സ്റ്റ്, വെളുപ്പ്. വെളുപ്പ് ആരാന്ന് ശ്രീദേവേ? കൊക്ക്. ഓക്കെ, കറക്റ്റ്, കൊക്ക്. നെക്സ്റ്റ്, നീല. നീലയോ? നീല, പറഞ്ഞോ. ദേവാഞ്ജന വായുണ്ടെങ്കിൽ നീലപ്പൊന്മാൻ. എഴുതിയോ? എഴുതാൻ അറിയുന്നുണ്ടോ മക്കളെ നിങ്ങൾക്ക്? ഇത് ഞാൻ എഴുതല വേണമെങ്കിൽ. പച്ച. ഏതാണ് പച്ച? ആ, നീലപ്പൊന്മാൻ. നെക്സ്റ്റ്, പച്ച തത്ത. പച്ചത്തത്ത അല്ലേ? അപ്പൊ നമുക്കൊന്ന് എഴുതാം. നോക്കിക്കോ, തെറ്റ് എഴുതരുത് നിങ്ങൾ ഒരു കാരണവശാലും. അറിയില്ലെങ്കിൽ പറയണം. സംസാരിക്കുന്നവർക്ക് അടിയാണ് എന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട്. ഓക്കെ, കറുപ്പ്. കറുപ്പ് അവിടെ തന്നിട്ടുണ്ട്. നെക്സ്റ്റ്, മഞ്ഞ, മഞ്ഞക്കിളി. തത്തക്കളർ. എനിക്ക് പച്ച കളറല്ലല്ലോ അല്ലേ ദേവപ്രിയ? മഞ്ഞ ശരിക്കും എഴുതണേ. മിസ്സിന് ഇത്രയും എഴുതാൻ പറ്റുന്നില്ലോ ഇത്. മഞ്ഞക്കിളി. മഞ്ഞക്കിളി, മഞ്ഞ. നെക്സ്റ്റ്, വെളുപ്പ്, കൊക്ക്. കംപ്ലീറ്റ് ചെയ്തോ നോട്ട് ടെക്സ്റ്റ് നിങ്ങള്. കൊക്ക്, നീലപ്പൊന്മാൻ. നീല. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ. പച്ച എന്താ? തത്ത. പച്ചത്തത്ത എന്ന് വേണമെങ്കിൽ ഇതാട്ടോ. ഓക്കെ, ക്ലാസ് ഉണ്ടോ? ഓക്കെ, തത്ത അല്ലേ? അപ്പൊ നമ്മുടെ ആ ഒരു പാഠം ഫിനിഷ് ആയിട്ടുണ്ട്. എല്ലാ മക്കളും എന്ത് ചെയ്യുക? എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, നമ്മുടെ ക്ലാസ്സിന്റെ ടൈം ഏകദേശം കഴിഞ്ഞില്ലേ?
അപ്പൊ മഞ്ഞക്കിളി, കൊക്ക്, നീലപ്പൊന്മാൻ, തത്ത. അപ്പൊ പറഞ്ഞ വർക്കുകള് എല്ലാവരും ചെയ്യുക. ഇത് എഴുതിയെടുത്തോ മക്കളെ എല്ലാവരും? ഓക്കെ ആണോ? സൂര്യദേവ് എഴുതിയില്ലേ? ഓക്കെ. അപ്പൊ എല്ലാവരും എഴുതി കഴിഞ്ഞു അല്ലേ? ഓക്കെ, നമ്മുടെ ആ പാഠം ഫിനിഷായി. അപ്പൊ എല്ലാവരും നല്ലതുപോലെ വായിക്കുക, അതുപോലെ പറഞ്ഞ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ദിവസം പുതിയൊരു പാഠാണ്. അപ്പൊ നമ്മുടെ പാഠം ഫിനിഷ് ആവും അല്ലെ? ആ ഒരു പാഠം കൂടെ കഴിഞ്ഞാൽ എന്റെ കേരളം എന്നാണ് 20ാമത്തെ ലെസന്റെ പേര് അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ച അടുത്ത 2 പാഠം പഠിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം എക്സാം ഉണ്ടാവും. വൃത്തിയിൽ പഠിക്കുക. ഓക്കെ, എന്താണ് ആഷൻ? പൂമ്പാറ്റയും തൊട്ട് അടുത്ത ദിവസത്തേതുണ്ട്. ടീച്ചറെ എങ്ങനെ? ഇന്ന് 3:15 ക്ലാസ് ഇല്ല, ഇന്ന് 3:15 ക്ലാസ് ഉണ്ടായിരിക്കില്ല കേട്ടോ. ഓക്കെ, കാരണം 2 ടീച്ചേഴ്സിനെ ഉണ്ടാവും അവിടെ ആ സമയത്ത് ക്ലാസ്. ഓക്കെ, ബൈ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കുട്ടിയും പൂമ്പാറ്റയും. നെക്സ്റ്റ് അടുത്ത പടത്തിന്റെ പേരെന്താണ്? അതും ദാവീദും ഗോലിയാത്തും. ആ 2 പാഠവും അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും നല്ലതുപോലെ പഠിച്ചിട്ട് വരിക. ഓക്കെ, ബൈ. ഇല്ല 2 പാഠം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അധികമാവും. ഓക്കെ, ബൈ. See you.